ഹായ്. ആസ് എ ക്രോഷ്യ ബിഗിനർ എനിക്ക് പറ്റിയ 5 മിസ്റ്റേക്സാണ് കേട്ടോ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സ്റ്റിച്ചസൊക്കെ പഠിച്ചപ്പോൾ ഞാനൊക്കെ ഒരു മാറ്റ് രൂപത്തിൽ ഉണ്ടാക്കി. പക്ഷേ കറക്റ്റുള്ള വിടുത്തും ഹൈറ്റൊന്നും കൊടുക്കാത്തതുകൊണ്ട് എനിക്കതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആക്കിയിട്ട് മാറ്റാൻ പറ്റിയില്ല. അപ്പോൾ ഈ കാണുന്ന ബോയൊക്കെ സിംഗിൾ ക്രോഷ്യ മാത്രം വെച്ചിട്ട് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇനി സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രൊജക്റ്റിലും നമ്മൾ ഓരോ റോസ് കംപ്ലീറ്റ് ആകുമ്പോഴും സ്റ്റിച്ചസിൻ്റെ കൗണ്ട് കറക്റ്റ് അല്ലേ എന്ന് എൻഷുർ ചെയ്യുക, ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ ഫൈനൽ റിസൾട്ടിനെ അത് ബാധിക്കും. ചിലപ്പോൾ ഷേപ്പ് വരെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു സ്ട്രോബെറി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓരോ റോസിലും കൗണ്ട് കറക്റ്റ് അല്ലെങ്കിൽ അത് അഴിച്ച് പണിയാനുള്ള ഒരു പേഷ്യൻസ് കൂടി നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു മൂണിൻ്റെ കീ ചെയിൻ ആക്കാൻ വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ കറക്റ്റ് കർവ് ഷേപ്പ് എനിക്കിതിൽ കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഇനി തേർഡ് ആൻഡ് ഫോർത്ത് മിസ്റ്റേക്ക് ഏകദേശം റിലേറ്റഡ് ആണ്. തേർഡ് വൺ, ഇനഫ് യാൺ ഇല്ലാതെ തന്നെ ഞാൻ വലിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഹാഫ് സ്റ്റേജിൽ അത് നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ബോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിൽ ഞാൻ 3 ടൈപ്പ് റെഡ് യാൺസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ബേബി ബീനി സ്റ്റാർട്ട് ചെയ്തു. പിങ്ക് കളർ യാണ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ആ യാണ് അതിനു വേണ്ടി മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനഫ് യാണുണ്ടെന്ന് എപ്പോഴും ഉറപ്പ് വരുത്തുക. ഇനി ഫോർത്ത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം റിലേറ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ. ഫോർത്ത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യാണിൻ്റെയും ഷെയ്ഡുകൾ റെഡാണെന്ന് വിചാരിച്ചിട്ട് ഒരു ടൈപ്പ് റെഡ് അല്ല ഉള്ളത്, പല ഷെയ്ഡുള്ള റെഡ് ഉണ്ട്. ഓൺലൈനിൽ നിന്നാണെങ്കിലും ലോക്കൽ സ്റ്റോറിൽ നിന്നാണെങ്കിലും കറക്റ്റ് ഷെയ്ഡുള്ള യാണ് തന്നെയാണ് വാങ്ങുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊജക്റ്റ് കറക്റ്റ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഇനി ഫിഫ്ത്ത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇനഫ് ടെയിൽ എൻഡ് ലീവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സൂ ചെയ്യാനുള്ള യാണിൻ്റെ പോർഷൻസ് കിട്ടില്ല. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് യാൺസിൻ്റെ ലെങ്ത്ത് കുറവായതുകൊണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.